Hi students, I am Srija. IGNOU യൂണിവേഴ്സിറ്റിയുടെ MCOM സെക്കൻഡ് സെമിസ്റ്ററിലെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR MCO 24ലെ 10th യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 10 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസി ഗൈഡ് ലൈൻസ്. ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറേ ലെജിസ്ലേഷൻസ് ആണ്, CSRുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ലെജിസ്ലേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ സെക്ഷൻസും റൂൾസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിയമവശങ്ങളിലേക്ക് കടക്കാം. CSRുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന, ഇന്ത്യയിലെ കമ്പനികൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങളെക്കുറിച്ചാണ്, ലെജിസ്ലേഷൻസിനെ കുറിച്ചാണ്, കുറച്ച് പോളിസീസിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും നോക്കാനുള്ളത്. CSR എന്ന കൺസെപ്റ്റിൽ ഓർഗനൈസേഷൻ സൊസൈറ്റിയെ സെർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് മെയിനായിട്ട് നമ്മളിതിൽ പറയുന്നത്. ഒരാവശ്യകതയായിട്ടാണ് സൊസൈറ്റിയെ സെർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയായിട്ടാണ് നമുക്ക് CSRനെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ആരോടൊക്കെയാണ് ഉത്തരവാദിത്വം? ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്, ഒരു കമ്പനിക്ക് അത് നിലനിൽക്കുന്ന അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, കമ്മ്യൂണിറ്റീസ്, ഇവരൊക്കെയാണ് മെയിനായിട്ടും ഏറ്റവും മെയിനായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവരെ കൂടാതെയും കുറേയധികം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് നമ്മൾ മുന്നുള്ള ചാപ്റ്ററുകൾ പഠിച്ചതാണ്. അപ്പോൾ ഇവരോടൊക്കെ എന്താണ്, ബിസിനസ്സിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചും നമ്മളിതിൽ പറയുന്നുണ്ട്. അതുപോലെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ CSR എന്നൊരു ആശയം നിലവിലുണ്ട്. CSR എന്ന ആശയം നമ്മൾ അടുത്ത കാലത്തല്ല, ഒരുപാട് കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ആശയമാണ്, ഒരു കൺസെപ്റ്റാണ് CSR എന്ന് പറയുന്ന ഒരു ആശയം. ഇന്ത്യയുടെ സ്റ്റാറ്റ്യൂട്ട് ബുക്ക് അല്ലെങ്കിൽ നിയമ പുസ്തകത്തിൽ CSR കമ്പൾസറി ആയിട്ടും മാൻഡേറ്ററി ഓർ കമ്പൾസറി പ്രൊവിഷൻസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് ബുക്കുകളിലെല്ലാം CSR കമ്പനികൾ ഫോളോ ചെയ്യണം, മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം, വളരെയധികം പ്രാധാന്യം ഇതിന് കൊടുത്തിരിക്കണം എന്നുള്ളത് നമ്മളുടെ നിയമപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു എത്തിക്കൽ ആൻഡ് മോറൽ ഒബ്ലിഗേഷനായിട്ട് കണക്കാക്കണം, ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് കമ്പനികൾ കണക്കാക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതൊരു മനുഷ്യസ്നേഹപരമായിട്ടുള്ള ആക്ടിവിറ്റി മാത്രമല്ല, ഇതൊരു ഫിലാന്ത്രോഫിക് ആക്ടിവിറ്റി മാത്രമല്ല, ഇതൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു രീതിയിൽ കമ്പനികൾ ഇതിനെ ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാകാലങ്ങളിൽ ഭേദഗതി ചെയ്ത നിയമങ്ങളെയും മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കി ഒരു നല്ലൊരു സ്ട്രക്ചർ, CSRനൊരു സ്ട്രക്ചർ കമ്പനീസ് ആക്ട് 2013 ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, സാമൂഹ്യ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് 2013 കമ്പനീസ് ആക്ടിൽ CSRന് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എവല്യൂഷൻ, CSRൻ്റെ ഒരു എവല്യൂഷൻ ഒന്ന് ചുരുക്കി പറയുന്നുണ്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ. വളരെ ചുരുക്കി ഇന്ത്യയിൽ എങ്ങനെ വന്നു, CSR എന്ന് പറയുന്ന ഒരു ആശയം എങ്ങനെ വന്നു എന്നുള്ളത് വളരെ ചുരുക്കി പറയുന്നുണ്ട്. ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ എവല്യൂഷൻ, ബ്ലോസമിങ് ഓഫ് CSR ഇൻറ്റു കറണ്ട് സ്റ്റാറ്റസ്, ഇന്നത്തെ സ്റ്റാറ്റസ് വരേക്ക് എത്തിയതിൻ്റെ ആ ഒരു എവല്യൂഷൻ, CSRൻ്റെ എവല്യൂഷൻ പറയുന്നുണ്ട്, ബ്രീഫായിട്ടൊന്ന് പറയുന്നുണ്ട്. ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് കോർപ്പറേറ്റുകൾ ആൾറെഡി സെർവിങ് ദി സൊസൈറ്റി ഓൺ ദെയർ ഓൺ വേ ഓൺ എ വളണ്ടറി ബേസിസ്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ വളണ്ടറി ബേസിസ്, സ്വമേധയാ അവരുടേതായിട്ടുള്ള താല്പര്യത്തോടു കൂടി അവർ CSR ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെന്തുണ്ടായിരുന്നില്ല, ദർ ഈസ് നോ യൂണിഫോമിറ്റി, അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ സർവീസായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. ദെൻ പിന്നീട് എന്ത് ചെയ്തു, ഒരു ബില്ല് പ്രസൻറ്റ് ചെയ്തു. 2008 ലോക്സഭയിൽ ഒരു ബില്ല് പ്രസൻറ്റ് ചെയ്തു, CSR ബില്ല്.
പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം 2009 ഇതേപോലെ ഒരു ബില്ല് CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യാനുള്ള ഒരു ബില്ല് പ്രസൻറ്റ് ചെയ്യേണ്ടായി. അതിനുശേഷം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ത് ചെയ്തു? 2009 കുറച്ച് ഗൈഡ് ലൈൻസ് CSR ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി. CSR എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയുണ്ടായി. അതിനുശേഷം ലേറ്റർ ദി റെക്കമെൻഡേഷൻ ഓഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ഫിനാൻസിൻ്റെ അഭിപ്രായ പ്രകാരം, അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം കമ്പനി നിയമത്തിൽ ഇതൊരു ക്ലോസ് ആയിട്ട് ആഡ് ചെയ്ത് ചേർത്ത്. അതായത് 1956 കമ്പനീസ് ആക്ടിനെ ഭേദഗതി ചെയ്തുകൊണ്ട് 2013 പുതിയ കമ്പനി നിയമം വരികയുണ്ടായിട്ടുണ്ട്. ആ ഒരു കമ്പനി നിയമത്തിൽ ക്ലോസ് 135 പറഞ്ഞിട്ട് CSRനെ കുറിച്ചിട്ടുള്ള CSRൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ള മെയിനായിട്ടും അതിനെക്കുറിച്ച് പ്രൊവിഷൻസ് ആഡ് ചെയ്ത് ചേർത്തു. ആരുടെ ആവശ്യപ്രകാരം? റെക്കമെൻഡേഷൻ പ്രകാരം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ഫിനാൻസിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം. അതിനുശേഷം ഇപ്പോൾ കറണ്ട് ലെവലിൽ ഗ്ലോബൽ കോർപ്പറേറ്റ് സിനാരിയോ ബേസിൽ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ, ഇന്ത്യയിൽ CSRന് ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഒരു ബ്രീഫായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ CSRൻ്റെ എവല്യൂഷൻ ഇങ്ങനെയായിരുന്നു, ഇന്ത്യയിൽ ഇങ്ങനെയായിരുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു ടോപ്പിക്കിൽ പറയാം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ വളരെ ചുരുക്കിയിട്ടാണ്, ബ്രീഫായിട്ടാണ് ഇന്ത്യയിലുള്ള ഒരു കോർപ്പറേറ്റ് CSRൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ സെക്കൻഡ് ടോപ്പിക്, ഈ ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക്കിൽ എവല്യൂഷൻ ഓഫ് CSR ലോ ഇൻ ഇന്ത്യയിൽ CSR ലോൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് വിശദമായി പറയുന്നുണ്ട്. നോക്കാം. ഇതിൽ 2013 കമ്പനീസ് ആക്ട് ഉണ്ടല്ലോ, 2013 കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 135 CSR ലോയും അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത് എഫക്റ്റ് ഓൺ ഫ്രം 1 April 2014. ഇന്ത്യയിൽ അത് കമ്മിങ് ടു എഫക്റ്റ് എപ്പോൾ തുടങ്ങിയിട്ടാണ്? 2014 April 1 തുടങ്ങിയിട്ടാണ് അത് പ്രാബല്യത്തിൽ വന്നത്. അതിൽ ഷെഡ്യൂൾ ഈ നിയമത്തിൽ ഷെഡ്യൂൾ 7 കമ്പനിക്ക് അതിൻ്റെ CSR നയത്തിന് കീഴിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ വ്യക്തമായി ക്ലിയറായി പറയുന്നുണ്ട്. ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് CSR ആക്ടിവിറ്റീസ് ആയിട്ട് ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദാംശങ്ങൾ ഈ നിയമത്തിലെ ഷെഡ്യൂൾ 7 സെക്ഷൻ 135 പ്രൊവിഷൻ പ്രകാരം ഷെഡ്യൂൾ 7 പറയുന്നുണ്ട്. അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനീസ് ആയിട്ട് എന്താണ് ഗവാൺ എൻറ്റയർ CSR. ഇതിലൂടെ MCA എന്ത് ചെയ്യാണ്? MCA ഇങ്ങനെയുള്ള നയങ്ങളിലൂടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് ഫിനാൻസ് ഉണ്ടല്ലോ, അവർ ഈ പറയുന്ന നയങ്ങളിലൂടെ മൊത്തത്തിലുള്ള CSR ആക്ടിവിറ്റീസിനെ ഗവാൺ ചെയ്യാണ്. അതാണ് ഗവാൺ എൻറ്റയർ CSR. ഇന്ത്യയിലുള്ള മൊത്തം CSRനെയും അവർ ഗവാൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് MCA ഗവാൺ ചെയ്യുന്നത് ഇതിലൂടെയാണ്, ഇങ്ങനെ പറയുന്ന പ്രൊവിഷൻസിലൂടെ. ഇങ്ങനെ ഡൈനാമിക് ആയിട്ടുള്ള കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണെങ്കിലും ഈ പറയുന്ന പ്രൊവിഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് കമ്പനികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഈ പറയുന്ന CSR പ്രൊവിഷൻസ് ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെ ചേഞ്ചസ് വന്നാലും, ഡൈനാമിക് ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് വന്നാലും, ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായി കുറേയധികം ചേഞ്ചസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് വന്നാലും എങ്ങനെ ഫോളോ ചെയ്തിരിക്കണം, CSR ആക്ടിവിറ്റീസ് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകത പറയുന്നുണ്ട്. അത് സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട്. MCAൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, CSR ലോയിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെപ്പറേറ്റ് CSR സെൽ. ഒരു CSR സെല്ല് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ CSR ആക്ടിവിറ്റീസ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെല്ല്, CSR സെല്ല് ഫോം ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? CSR സെല്ല് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ നിയമപ്രകാരം. രണ്ടാമതായി പറയുന്ന കാര്യം ലേറ്റർ MCA കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഹൈ ലെവൽ കമ്മിറ്റി, HLC ഹൈ ലെവൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സെല്ല് ഉണ്ടാക്കണം, ഒരു കമ്മിറ്റി, ഹൈ ലെവൽ കമ്മിറ്റി ഫോം ചെയ്തിരിക്കണം. CSR ആക്ടിവിറ്റീസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി, ഹൈ ലെവൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. മൂന്നാമതായി പറയുന്ന കാര്യം നാഷണൽ CSR അവാർഡുകൾ കൊടുക്കുക. അതിനു വേണ്ടി അത് എൻകറേജ് ചെയ്യുന്നതിന്
വേണ്ടി CSR ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ CSR അവാർഡുകൾ കൊടുത്തിരിക്കണം. അതാണ് മൂന്നാമതായി പറയുന്നത്. നാലാമത് നോക്കുക, MCA ആൾസോ ലോഞ്ച്ഡ് നാഷണൽ CSR ഡാറ്റ പോർട്ടൽ. ഒരു ഡാറ്റ പോർട്ടൽ ലോഞ്ച് ചെയ്യുക. ഡാറ്റ പോർട്ടൽ എന്തിനാണ് ലോഞ്ച് ചെയ്യണത്? ടു ട്രാൻസ്പെറൻസി ആൻഡ് ഫാക്ച്വൽ ഡിസ്ക്ലോഷേഴ്സ്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് നാഷണൽ ലെവലിലുള്ള CSR പോർട്ടൽ ഫോം ചെയ്യുക. ലോഞ്ച് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നത് MCA സ്റ്റാർട്ടർ ക്ലോസ്ലി മോണിറ്ററിങ് ദി കംപ്ലൈൻറ്റ്സ് ഓഫ് CSR പ്രൊവിഷൻസ് ബൈ കമ്പനി. ക്ലോസ്ലി ഇത് മോണിറ്റർ ചെയ്യുക. ഇത് ഓരോ കമ്പനികളുടെയും CSR പ്രൊവിഷൻസും അതെങ്ങനെ നടത്തുന്നു എന്നുള്ള കാര്യം MCA എന്ത് ചെയ്യണം? ക്ലോസ്ലി മോണിറ്റർ ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം, അതിനെ ചെക്ക് ചെയ്തിരിക്കണം. ലാസ്റ്റ് വൺ, in course of the MCA set up an internal expert committee. ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഒരു ഇന്റേണൽ എക്സ്പേർട്ട് കമ്മിറ്റീനെ വെക്കണം. എന്തിനു വേണ്ടി? അവർ ഈ പറയുന്ന ഹൈ ലെവൽ കമ്മിറ്റീനെ ഇവർ അസിസ്റ്റ് ചെയ്യും. ഇന്റേണൽ കമ്മിറ്റിയും CSR ആക്ടിവിറ്റി നോക്കി കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കി ഇവരെന്ത് ചെയ്യണം? മെയിൻ കമ്മിറ്റീനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇന്റേണൽ എക്സ്പേർട്ട് കമ്മിറ്റീനെയും ഫോം ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇന്റേണൽ എക്സ്പേർട്ട് കമ്മിറ്റീനെ വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടതാണ് അനദർ ഹൈ ലെവൽ കമ്മിറ്റി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് സെക്രട്ടറി ഓഫ് MCA സെക്രട്ടറി ചെയർമാൻ ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയും വെച്ച് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടായി. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? CSR റൂൾസ് ഫ്രെയിംഡ് അണ്ടർ 22 ജാനുവരി 2021 കുറേ റൂൾസുകളും ഫോം ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. CSRൻ്റെ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്മിറ്റികൾ ഫോം ചെയ്തിട്ടും സെല്ലുകൾ ഫോം ചെയ്തിട്ടും ഒക്കെ ആയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ MCA മുന്നിട്ട് വന്ന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് മുന്നിട്ട് വന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സെല്ലുകൾ, കമ്മിറ്റികൾ, 2-3 കമ്മിറ്റികൾ പറഞ്ഞു, പോർട്ടലുകൾ, ഇതൊക്കെയാണ് CSRന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത് തേർഡ് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ലോ വന്നത് എങ്ങനെയാണ്, അതിൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇനി ആ നിയമപ്രകാരം അത് അപ്ലിക്കബിലിറ്റി, അതാണ് തേർഡ് ടോപ്പിക്കിൽ പറയുന്നത്. അപ്ലിക്കബിലിറ്റി ഓഫ് CSR പ്രൊവിഷൻസ് അണ്ടർ ദി ആക്ടിവിറ്റീസ് ലിസ്റ്റഡ് ഔട്ട് അണ്ടർ ഷെഡ്യൂൾ 7 പ്രകാരം ഈ പറയുന്ന CSR പ്രൊവിഷൻസ് അതിൻ്റെ ആക്ടിവിറ്റീസ് പ്രകാരമുള്ള ആക്ടിവിറ്റീസ് എങ്ങനെ അതിൻ്റെ പ്രയോഗക്ഷമത എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസ് എങ്ങനെ അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇതിൽ പറയാനുള്ളത്. ഇതിലെന്താ പറയണമെന്നറിയോ? ഫസ്റ്റ് 3 പോയിന്റുകൾ നോക്കാം. അതിൽ 2013 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 135 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത്, അതായത് നെറ്റ് വർത്ത് ഓഫ് ₹500 crore and more 5 കോടി അതിലധികം വരുമാനമുള്ള നെറ്റ് വർത്ത് ആസ്തിയുള്ള ഒരു കമ്പനിയും അതുപോലെ തന്നെ ടേൺ ഓവർ of ₹1,000 crore 1,000 crore or more 1000 കോടി രൂപയിൽ അധികം വിറ്റുവരവുള്ള ഒരു കമ്പനി, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹5 crore or more 5 crore 5 കോടിയിൽ കൂടുതൽ അറ്റാദായം നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയും എന്ത് ഫോളോ ചെയ്തിരിക്കണം? ഈ പറയുന്ന ഷെഡ്യൂൾ 7 ലിസ്റ്റ് ചെയ്തിട്ടുള്ള CSR ആക്ടിവിറ്റീസ് ഫോളോ ചെയ്തിരിക്കണം. ആരൊക്കെയാണ്? ഇതിൽ കൂടുതൽ ഈ പറയുന്നതിൽ കൂടുതൽ വരുമാനമുള്ള സ്ഥാപനങ്ങളൊക്കെ എന്തൊക്കെയാണ്? 500 crore or more അല്ലെങ്കിൽ 1,000 crore or more ടേൺ ഓവർ ഉള്ളത്, അല്ലെങ്കിൽ 5 crore നെറ്റ് പ്രോഫിറ്റ്, അതിൽ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ള സ്ഥാപനങ്ങളും എന്ത് ചെയ്തിരിക്കണം? ഈ CSR ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ 7 പറഞ്ഞിട്ടുള്ള CSR ആക്ടിവിറ്റീസ് ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നോക്കുക.
എറാഡിക്കേറ്റിംഗ് ഹങ്കർ. ശ്രദ്ധിക്കുക, ഈ പറയുന്ന വരുമാനമുള്ള കമ്പനികൾ ഇനി പറയുന്ന ഒരു 10-12 പോയിന്റുകൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ഫണ്ടിലേക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ സർവീസായിട്ട് അല്ലെങ്കിൽ CSR ആക്ടിവിറ്റി ആയിട്ട് നടത്തണം എന്നുള്ളതാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? എറാഡിക്കേറ്റിംഗ് ഹങ്കർ, പോവർട്ടി, മാൽന്യൂട്രീഷൻ. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളുണ്ട്. സ്വച്ഛ് ഭാരത് കോഷ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അതിലേക്ക് ഹെൽപ്പ് ചെയ്യാം. എന്തിനു വേണ്ടി? എറാഡിക്കേറ്റിംഗ് ഹങ്കർ, പോവർട്ടി, മാൽന്യൂട്രീഷൻ. അതുപോലെ സാനിറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുക, സേഫ് ഡ്രിങ്കിങ് വാട്ടർ. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പോഷകാഹാര അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക. കമ്പനികളുടെ കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുക. അപ്പോൾ അവരിലൂടെ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലേക്ക് ഓരോ പ്രദേശത്തും അവർ നോക്കി അതിനനുസരിച്ച് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താ പറയണത്? പ്രൊമോട്ടിങ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ എംപ്ലോയ്മെൻറ്റ്, എൻഹാൻസിങ് വൊക്കേഷണൽ സ്കില്ല്. ആർക്കൊക്കെ? ചിൽഡ്രൻ, അതുപോലെ തന്നെ വുമൻസിന്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫണ്ട് കൊടുക്കുക. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണ്? പ്രൊമോട്ടിങ് ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാനും എംപവറിങ് വുമൺ, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ സെറ്റിംഗ് അപ്പ് ഹോം, വീടുകൾ പണിത് കൊടുക്കുക, ഹോസ്റ്റലുകൾ പണിത് കൊടുക്കുക. ആർക്കൊക്കെ വേണ്ടിയിട്ട്? സ്ത്രീകൾക്കും ഓർഫൻസ്, അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ഓൾഡ് ഏജ് ഹോമുകൾ പണിത് കൊടുക്കുക, ഡേ കെയർ സെൻ്ററുകൾ കൊടുക്കുക, സീനിയർ സിറ്റിസൺസിന് ഹെൽപ്പ് ചെയ്യാനുള്ള പരിപാടി പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെ കമ്പനികൾക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള CSR ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണെന്ന് നോക്കാം. എന്താണ്? എൻഷുറിങ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, പാരിസ്ഥിതികമായിട്ടുള്ള സുസ്ഥിരത, അതുപോലെ എക്കോളജിക്കൽ ബാലൻസ്, സന്തുലിതാവസ്ഥ, പ്രൊട്ടക്ഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂന. അത് പറഞ്ഞാൽ എന്താണ്? സസ്യജന്തുജാലങ്ങളുടെ പ്രൊട്ടക്ഷൻ, ആനിമൽ വെൽഫെയർ, മൃഗക്ഷേമം, അതുപോലെ അഗ്രോ ഫോറസ്ട്രി, കാർഷിക വനവൽക്കരണം, അതുപോലെ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള സോയിൽ, എയർ, വാട്ടർ, മണ്ണ്, വായു, ജലം ഒക്കെ സംരക്ഷിക്കാനുള്ള പരിപാടികൾ, അത് കൺസർവ് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങാം. അതുപോലെ ഗംഗാ വാട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഗംഗാ ക്ലീനിങ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി CSR ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്, കമ്പനികൾക്ക് ചെയ്യാവുന്നതാണ്. ഫിഫ്ത്ത് വൺ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹെറിറ്റേജ്. നമ്മളുടെ നാഷണൽ ഹെറിറ്റേജുകൾ ഉണ്ടാവുമല്ലോ, അതായത് താജ്മഹൽ പോലെയൊക്കെയുള്ള നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ചില ഹെറിറ്റേജ് പുരാവസ്തുക്കൾ ഉണ്ടാവാം. അതിനെയൊക്കെ പുനഃസ്ഥാപിക്കുക, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ, ബിൽഡിങ്ങുകൾ ഉണ്ടാവും, സൈറ്റുകൾ ഉണ്ടാവും, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻറ്റ് ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, വർക്കുകൾ ഉണ്ടാവും. അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്ഥാപിക്കുക. അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോമുകൾ, ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, വികസിപ്പിക്കുക. പബ്ലിക് ലൈബ്രറീസൊക്കെ സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് CSR ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സിക്സ്ത് വണ്ണിൽ എന്താ പറയണത്? മെഷേഴ്സ് ഓഫ് ബെനിഫിറ്റ് ഓഫ് ആർമഡ് ഫോഴ്സസ്, വെറ്ററൻസ്, വാർ വിഡോ ആൻഡ് ദെയർ ഡിപ്പെൻഡൻസ്. അതായത് സായുധ സേനയിലെ സൈനികരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വിധവകൾക്ക് വേണ്ടിയിട്ടോ അവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടോ CAPF, CPMF എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഫോഴ്സസിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആവുന്നത്ര ഹെൽപ്പുകൾ CSR ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. ഇനി സെവൻത്ത് പോയിന്റിൽ എന്താ പറയുന്നത്? ട്രെയിനിങ് ടു സ്റ്റിമുലേറ്റ് റൂറൽ സ്പോർട്സ്, ഗ്രാമീണ കായിക വിനോദങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാഷണൽ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ്, ദേശീയ അംഗീകാരമുള്ള സ്പോർട്സിന് വേണ്ടിയിട്ടോ CSR ആക്ടിവിറ്റീസ് ചെയ്യാം. സ്പോർട്സുമായി ബന്ധപ്പെട്ട കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ട CSR ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്.
എയ്ത്ത് പോയിന്റിൽ എന്താ പറയണത്? എയ്ത്ത് പോയിന്റിൽ വരുന്നത് പ്രൈം മിനിസ്റ്ററുടെ നാഷണൽ റിലീഫ് ഫണ്ട് ഉണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയിട്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് SC/ST പോലെയുള്ള SC/ST OBC അവർക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്കോ ന്യൂനപക്ഷ സമുദായങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ടിലേക്കുള്ള കമ്പനികൾക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഇതാണ് എയ്ത്ത് പോയിന്റിൽ പറയുന്നത്. നയൻത്ത് പോയിന്റിൽ എന്താ പറയണത്? നയൻത്ത് പോയിന്റിൽ കോൺട്രിബ്യൂഷൻ ടു ഇൻക്യുബേറ്റേഴ്സ് ഓർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അതായത് സയൻസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, അതുപോലെ എഞ്ചിനീയറിംഗ്, മെഡിസിനുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനുകൾ നടക്കുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിനോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനൊക്കെ ഫണ്ടുകൾ കൊടുക്കുക ഈ പറയുന്ന ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതുമായി കണക്റ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റികൾ, IITകൾ, നാഷണൽ ലബോറട്ടറികൾ ഉണ്ടാവും. അതുപോലെ ഓട്ടോണമസ് ബോഡീസുകൾ, അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇങ്ങനെ പറയുന്ന ഓരോ സെക്ഷനുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും കമ്പനികൾക്ക് എന്ത് ചെയ്യാം? CSR ആക്ടിവിറ്റി ഓരോന്നുമായും കണക്റ്റഡ് ആയിട്ട് CSR ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. അതുപോലെ 10th പോയിന്റിൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ, ഗ്രാമപ്രദേശങ്ങളുടെ റൂറൽ ഡെവലപ്മെൻറ്റിന് പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പൈസ അതിനുവേണ്ടി ചിലവാക്കാം, CSR ആക്ടിവിറ്റി ചെയ്യാം. അതുപോലെ 11th പോയിന്റിൽ വരുന്ന സ്ലം ഏരിയ ഡെവലപ്മെൻറ്റ്, ചേരി പ്രദേശങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള CSR ആക്ടിവിറ്റീസ്. ഈ പറയുന്ന 12ാമത്തെ പോയിന്റ് 12th പോയിന്റ് വരുന്നുണ്ട്. 12th പോയിന്റിൽ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുണ്ടല്ലോ. വെള്ളപ്പൊക്കം അതുപോലെ ഭൂകമ്പമൊക്കെ വരുന്ന സമയത്തെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും പൈസ ചിലവാക്കാം. ഇനി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, കമ്പനി ഷാൽ ഗീവ് പ്രിഫറൻസ് ടു ദി ലോക്കൽ ഏരിയ ആൻഡ് ഏരിയാസ് അറൗണ്ട് ഇറ്റ്. അതായത് കമ്പനി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആ ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ഈ പറയുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അതായത് ആദ്യം ആ കമ്പനി നിൽക്കുന്ന അതിൻ്റെ പ്രദേശത്ത് CSR ആക്ടിവിറ്റി ചെയ്യുക, അതിനുശേഷം ദൂര സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി എന്ന്. അതിൻ്റെ സറൗണ്ടിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രിഫറൻസ് കൊടുക്കണം, ലോക്കൽ ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ലൊക്കാലിറ്റിയിലാണ് ആദ്യം CSR ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അതിനുശേഷമേ അതിന് ദൂര സ്ഥലങ്ങളിലേക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ് 12 കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും CSR ആക്ടിവിറ്റി ചെയ്യണം, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ബട്ട് ഷാൾ നോട്ട് ഇൻക്ലൂഡ് ദി ഫോളോവിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണലായിട്ട് പറയുന്നുണ്ട്. അത് നോക്കാം. അതായത് നിയമത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം, 10-12 പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡ് ദി ഫോളോവിങ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ആക്ടിവിറ്റീസ് കൊളാബറേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മറ്റ് കമ്പനികളും മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് റിസർച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാം. അത് സ്ഥാപനത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുത്. ആനുവൽ റിപ്പോർട്ട് CSRൽ ബോർഡ് പറയുന്ന പ്രകാരമൊക്കെ ചെയ്യാം, പക്ഷെ അതൊരിക്കലും അത് എഗൻസ്റ്റ് ആയിട്ട് പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. പേഴ്സണൽ ഡ്രഗ്സും വാക്സിനുകളൊക്കെ ഉണ്ടാക്കാൻ അതിൻ്റെ റിസർച്ചുകളൊക്കെ നടത്താം, ശരി തന്നെ, പക്ഷെ അത് CSR ആക്ടിവിറ്റി നേച്ചർ ഉള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യൻ സ്പോർട്സ് പേഴ്സണലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ട്രെയിനിങ് പേഴ്സണൽ അല്ലെങ്കിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത ആളുകളെ മാത്രം, അതല്ലാത്ത ആളുകളെ ഇതിനേക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അതിനുവേണ്ടി കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് എനി എമൗണ്ട് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി എനി പൊളിറ്റിക്കൽ പാർട്ടീന്
ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ പാടില്ല. പിന്നെ ബെനിഫിറ്റിംഗ് എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ അടുത്തൊരു കാര്യം, കമ്പനീൻ്റെ സ്പോൺസർഷിപ്പ് ബേസിസ് ഓഫ് ഡിറൈവ്ഡ് മാർക്കറ്റിംഗ് ബെനിഫിറ്റ് ഫോർ ഇറ്റ് സർവീസ് ഓർ പ്രോഡക്റ്റ്, മാർക്കറ്റിംഗ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യരുത്. ഫുൾഫിൽ അതർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ, നിയമപ്രകാരം മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസിനെ ഒന്നും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നോട്ട് ഇൻക്ലൂഡ് ദി ഫോളോവിങ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു വ്യവസ്ഥ പറയുന്നുണ്ട് നിയമത്തിൽ. ഇനി 4th ടോപ്പിക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ 10th ചാപ്റ്ററിൽ 4th ടോപ്പിക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CSR കമ്മിറ്റി. CSR കമ്മിറ്റീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, കമ്മിറ്റികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഒരു 4th ടോപ്പിക്കിൽ പറയുന്നത്. അതിൽ കമ്മിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CSR കമ്മിറ്റി ആയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് വരിക. അതിൽ സെക്ഷൻ 135 കമ്പനി നിയമം 135 സബ്സെക്ഷൻ 1 പറയുന്നത് എത്ര പേരായിരിക്കണം, എത്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ലിസ്റ്റഡ് കമ്പനി, ആ ബോക്സിലുള്ളത് വായിക്കാം. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ആ ലിസ്റ്റഡ് കമ്പനിക്ക് 3 or more ഡയറക്ടേഴ്സ്, ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 3 or more ഡയറക്ടേഴ്സ് ആയിരിക്കാം. 3 അതിൽ കൂടുതലോ ഡയറക്ടേഴ്സ് വരാം. അതിൽ one shall be ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ഒരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇനി അൺലിസ്റ്റഡ് കമ്പനി നോക്കാം. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനികളിൽ എങ്ങനെയായിരിക്കണം, എത്ര പേര് വേണം? 3 or more ഡയറക്ടേഴ്സും അതിൽ one shall be ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും, ഒരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും ആവാം. ഇനി അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു കണ്ടീഷൻ കൂടി, അതിലൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും 2 or more ഡയറക്ടേഴ്സ് മാത്രമാണെങ്കിലും അതിൽ കുഴപ്പമില്ല. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 2 or more ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതിൽ 2 അതിലധികമോ ഡയറക്ടേഴ്സ് ആവാം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇവിടെയും ആവശ്യമില്ല. പ്രൈവറ്റ് കമ്പനികൾക്ക് ആവശ്യമില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവശ്യമില്ല. ഇനി ഫോറിൻ കമ്പനി ആണെങ്കിലോ അറ്റ്ലീസ്റ്റ് 2 person, 2 പേരാണ് ഡയറക്ടേഴ്സ്. 2 കമ്മിറ്റിയിൽ 2 പേര് വേണം. അതിൽ ഒരാൾ ഓതറൈസ്ഡ് ടു ആക്സെപ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിക്ക് ഇവിടെ സർവീസസും അതുപോലെ നോട്ടീസ്, ഡോക്യുമെന്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ അതോറിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതർ പേഴ്സൺ, മറ്റൊരാൾ ആരായിരിക്കണം? നോമിനേറ്റഡ് ബൈ ഫോറിൻ കമ്പനി നോമിനേറ്റ് ചെയ്ത വ്യക്തിയും ആയിരിക്കണം. ഇങ്ങനെ 2 പേരാണ് ഫോറിൻ കമ്പനിയിൽ ഉണ്ടായിരിക്കേണ്ട 2 പേര് ഇങ്ങനെയായിരിക്കണം. ഇത്രയൊക്കെയാണ് അതിൽ പറയുന്നത്. കമ്മിറ്റീനെ കുറിച്ച് പറയാൻ ഇങ്ങനെയാണ്. അതുപോലെ അതിൽ താഴെ തന്നെ പറയുന്ന ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, CSR നോട്ട് എക്സീഡ് ₹50 lakh. 50 lakhൽ കൂടുതൽ വരുന്നില്ലെങ്കിൽ, CSR ആക്ടിവിറ്റിക്ക് 50 ലക്ഷത്തിൽ കൂടുതൽ ചിലവാക്കുന്ന കമ്പനികളാണ് ഈ പറയുന്ന കമ്മിറ്റീനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇതിൽ കൂടുതൽ ചിലവാക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറവ് പൈസയാണ് CSR ആക്ടിവിറ്റീന് വേണ്ടി ചിലവാക്കുന്നുള്ളെങ്കിൽ അവർ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ നടത്തിക്കോളും. അല്ലാതെ വേറെ ഇങ്ങനെ ഒരു കമ്മിറ്റീൻ്റെ ആവശ്യകതയില്ല. അതായത് കൂടുതൽ പൈസ ചിലവാക്കുന്നവർ മാത്രമാണ് ഈ ഒരു കമ്മിറ്റി, സ്പെഷ്യൽ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യേണ്ടത്. ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് CSR പോളിസി. CSR പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CSR നയം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട നയമാണ് CSR പോളിസി. CSR നയം എന്നാൽ ഒരു കമ്പനിയുടെ CSR കമ്മിറ്റിയുടെ ശുപാർശകൾ കണക്കിലെടുത്ത് കമ്പനിയുടെ ബോർഡ് നൽകുന്ന സമീപനവും നിർദ്ദേശവും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്താവനയാണ് CSR പോളിസി. അപ്പോൾ ബോർഡ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ബോർഡ് ഉണ്ടല്ലോ, അവർ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്താവനയാണ്. കമ്മിറ്റിയിലുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഉണ്ടാക്കുന്ന നയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, CSR പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, പ്രസ്താവനയാണ്. കൂടാതെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും
പ്രവർത്തനങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാം? പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും വാർഷിക പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശ തത്വങ്ങളും ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മൊത്തം പ്രവർത്തനങ്ങളും CSR പോളിസീനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു കമ്പനി CSR ആക്ടിവിറ്റി ചെയ്യാം. ഇനി ഇതിൽ CSR പോളിസി പറയുന്ന എലാബറേറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ 7 പട്ടികപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കനുസൃതമായിട്ട് കമ്പനി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഷെഡ്യൂൾ 7 പറഞ്ഞിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ പറഞ്ഞു. അപ്പോൾ കമ്പനി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ CSR നയങ്ങൾ, CSR പോളിസികളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ CSR അതിൽ 2-3 പോയിന്റുകൾ പറയുന്നുണ്ട്, നോക്കാം. CSR കമ്മിറ്റിയുടെ ശുപാർശകളെ അടിസ്ഥാനമാക്കി ഡയറക്ടർ ബോർഡ് നൽകുന്ന സമീപനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കണം? CSR കമ്മിറ്റികളെ അവർ പറയുന്ന ശുപാർശകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബോർഡ് എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ സമീപനം എങ്ങനെയായിരിക്കണം, അവരുടെ നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഈ പറയുന്ന നയങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ ഇതിൽ കുറേ ഗൈഡ് ലൈൻസ്, പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതായത് പ്രവർത്തനങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നടപ്പാക്കൽ, നിരീക്ഷണം എന്നിവയെ നിയന്ത്രിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ പറയുന്നത്. എങ്ങനെ എന്തൊക്കെ തിരഞ്ഞെടുക്കണം, എന്തൊക്കെ സെലക്ട് ചെയ്യണം, എന്തൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എങ്ങനെ മോണിറ്റർ ചെയ്യണം എന്നുള്ള അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഈ പോളിസികളിൽ, CSR പോളിസിയിൽ പറയുന്നത്. അതുപോലെ തന്നെ 3rd വണ്ണിൽ എന്താണ്? ഫോർമുലേറ്റിംഗ് ആനുവൽ ആക്ഷൻ പ്ലാൻ, വാർഷിക പദ്ധതികൾ ഫോർമുലേറ്റ് ചെയ്യുന്നതും CSR പോളിസിയിൽ വരുന്നുണ്ട്. ആനുവൽ പ്ലാൻ എങ്ങനെയായിരിക്കണം? അതുപോലെ കമ്പനി അതിൻ്റെ സാധാരണ ബിസിനസ്സിൽ എടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സമാനമാകരുത് CSR പ്രവർത്തനങ്ങൾ. ഇതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ആക്ടിവിറ്റി അല്ല CSR, സാധാരണ ആക്ടിവിറ്റിയിൽ പെടുന്ന കാര്യങ്ങളല്ല ഇത്. എന്താണ്, കുറച്ചുകൂടി സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതും പോളിസിയിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന അനദർ സിഗ്നിഫിക്കൻ്റ് റിക്വയർമെൻറ്റ് എന്താണ്? മറ്റൊരു പ്രധാന ആവശ്യകത എന്താണ്? CSR പോളിസിയുടെ ഉള്ളടക്കം കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തണം. അപ്പോൾ പോളിസികളുണ്ട്, CSR പോളിസി. ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള CSR പോളിസികൾ ഉണ്ടായിരിക്കും. ഇത് സാധാ പോളിസികളല്ല, ഇതിൽ വ്യത്യാസമുണ്ട്. കമ്പനി ഫോളോ ചെയ്യേണ്ട CSR ആക്ടിവിറ്റി മാത്രമാണ് ഇതിൽ പറയുക. അവരെന്ത് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തിയിരിക്കണം കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇതുണ്ട്, ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തിയിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ക്വാണ്ടം ഓഫ് CSR സ്പെൻഡിങ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അൺസ്പെൻഡ് എമൗണ്ട്. അതായത് എത്ര ക്വാണ്ടിറ്റി, എത്ര രൂപയാണ്, എത്ര ഫണ്ട്, എത്ര ക്വാണ്ടിറ്റി ഈ ഒരു CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ കമ്പനിയും അവരുടെ വലുപ്പത്തിനനുസരിച്ച് അവരുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ അസറ്റ് അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവറൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഇവർക്ക് ആ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് അവരെന്ത് ചെയ്യും, അവരെവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവരെങ്ങനെ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, സ്പെൻഡ് എമൗണ്ട് അവരെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള കാര്യമാണ് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. ഈ ഒരു 6th ടോപ്പിക്കിൽ വരുന്നത് നോക്കാം. അതിൽ ആദ്യം എന്താ പറയുന്നത്? ക്വാണ്ടം ഓഫ് CSR സ്പെൻഡിങ്. CSR ചെലവുകളുടെ അളവ് എങ്ങനെയായിരിക്കണം? ക്വാണ്ടം ഓഫ് CSR സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ CSR സ്പെൻഡ് ചെയ്യേണ്ട ചെലവുകളുടെ അളവ്, എത്ര എമൗണ്ട്, എത്ര രൂപ ചിലവാക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ 2% spend at least 2% of average net profit. Average net profitൻ്റെ 2% ആണ് ചിലവാക്കേണ്ടത്. അതായത് 3 വർഷം നോക്കാം, മെയ്ഡ് ഡ്യൂറിങ് ദി 3 immediately preceding financial year. 3 സാമ്പത്തിക വർഷം, അതായത് പ്രസീഡിങ് ആയിട്ടുള്ള തുടർച്ചയായി വരുന്ന 3 സാമ്പത്തിക വർഷങ്ങളുടെ ലാഭത്തിൻ്റെ 2% ആണ് CSR ആക്ടിവിറ്റിക്ക് വേണ്ടി
മാറ്റിവെക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു CSR എമൗണ്ടായിട്ട് ചിലവാക്കേണ്ടത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അങ്ങനെ 3 വർഷം ആയിട്ടില്ല എന്ന് വിചാരിക്കുക. ഇൻ കേസ് കമ്പനി നോട്ട് കംപ്ലീറ്റഡ് 3 ഫിനാൻഷ്യൽ ഇയർ, 3 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റഡ് ആയിട്ടില്ല, തുടങ്ങിയ കമ്പനി പുതിയ കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇൻകോർപ്പറേറ്റ് പുതിയ കമ്പനിയാണ്, തുടക്കത്തിലുള്ള കമ്പനിയാണെങ്കിൽ അതിൻ്റെ എപ്പോഴാണോ തുടങ്ങിയത്, എപ്പോഴാണോ ഇൻകോർപ്പറേഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എപ്പോഴാണോ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിന് ശേഷമുള്ള ലാസ്റ്റ് വർഷങ്ങളിലെ പ്രോഫിറ്റ് നോക്കുക, നെറ്റ് പ്രോഫിറ്റ് നോക്കുക. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 2 വർഷങ്ങളിലെയോ അല്ലെങ്കിൽ ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ്, അത് 2% എന്ന് പറയുന്നുണ്ട്. 3 വർഷങ്ങളിലെ ആകുമ്പോൾ അതിൻ്റെ 2% ചിലവാക്കുക. എന്തിനു വേണ്ടി? CSR ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കണം എന്നുള്ളതാണ്, കമ്പൾസറി ചിലവാക്കിയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു CSR നയത്തിൻ്റെ ഭാഗമായി CSR ലോയിൽ, നിയമത്തിൽ, കമ്പനി നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് അൺസ്പെൻഡ് എമൗണ്ട്. ഇനി ഇത്ര രൂപ ചിലവാക്കണം, ചിലവാക്കിയിട്ടില്ലെങ്കിൽ ആ അൺസ്പെൻഡ് എമൗണ്ട് അതെന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഏതിലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്കിൽ പറയുന്നത്. ഫണ്ട് സ്പെസിഫൈഡ് ഷെഡ്യൂൾ 7 പ്രകാരം ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഫണ്ട് സ്പെസിഫൈ ചെയ്യുന്ന, അതായത് ഈ ഷെഡ്യൂൾ 7 പറഞ്ഞിട്ടുള്ള CSR എമൗണ്ട് ഉണ്ടല്ലോ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 10-12 പോയിന്റ്, ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പനി ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ചെലവഴിക്കാത്ത CSR തുക കൈമാറുന്നതിനായി വ്യക്തമാക്കിയ ചില ഫണ്ടുകളുണ്ട്. നോക്കാം, ഇതിൽ പറയുന്നത് നോക്കുക. ഫണ്ട് ദാറ്റ് ആർ സ്പെസിഫൈഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് അൺസ്പെൻഡ് CSR എമൗണ്ട്. അൺസ്പെൻഡ് ആയിട്ടുള്ള CSR എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഫണ്ടുകൾ എവിടേക്കൊക്കെ, ഏതൊക്കെ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നോക്കാം എവിടത്തേക്കൊക്കെയാണ്. കോൺട്രിബ്യൂഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. പ്രധാനമന്ത്രിയുടെ നാഷണൽ ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാവുമല്ലോ, നാഷണൽ റിലീഫ് ഫണ്ട് ഉണ്ടല്ലോ, ആ ഫണ്ടിലേക്ക് ഈ തുക മാറ്റിവെക്കാം. പ്രധാനമന്ത്രിയുടെ ഈ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് ഈ തുക മാറ്റിവെക്കാം. അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഇല്ലെങ്കിലോ, അതിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി അതർ ഫണ്ട് ഇനീഷ്യേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഫണ്ട്, എന്തിനു വേണ്ടി? റിലീഫ് ആൻഡ് വെൽഫെയറിന് വേണ്ടി. ഏതിനൊക്കെ? ഷെഡ്യൂൾഡ് കാസ്റ്റ്, മൈനോറിറ്റി, ട്രൈബ്, വുമൺ ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, OBC, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കാസ്റ്റിനോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ, ട്രൈബിന്, മൈനോറിറ്റി സെക്ഷന്, SC ST പോലെയുള്ള അവർക്കൊക്കെ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളുണ്ടാവും. അങ്ങനെയുള്ള ഫണ്ടുകളിലേക്ക് സാമൂഹ്യ സാമ്പത്തിക വികസന ഫണ്ടുകളുണ്ടാവും, ദുരിതാശ്വാസം, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഫണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി എന്താ പറയണത്? കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു ഇൻക്യുബേറ്റർ ഫണ്ടഡ്, അതായത് ധനസഹായം നൽകുന്ന ഇൻക്യുബേറ്ററിലേക്ക് നൽകുന്ന സംഭാവന. ഏതിനൊക്കെ ധനസഹായം? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ധനസഹായം നൽകുമല്ലോ, പബ്ലിക് സെക്ടറുകളൊക്കെ. അപ്പോൾ അങ്ങനെ അവർ കൊടുക്കുന്ന ധനസഹായം നൽകുന്ന ഇൻക്യുബേറ്ററിലേക്ക് സംഭാവനയായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി 4th വണ്ണിൽ എന്താണ്? കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ടു. കോൺട്രിബ്യൂഷൻസ് കൊടുക്കാം. എന്തിലേക്ക് വേണ്ടി? കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, വായിക്കാം. എന്തൊക്കെയാണ്? പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി, പൊതുധന സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സർവകലാശാലകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നാഷണൽ ലബോറട്ടറീസ് ആൻഡ് ഓട്ടോണമസ് ബോഡി, സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ നാഷണൽ ലബോറട്ടറികൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഏജൻസികൾ ഉണ്ടാവും, അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കാം. അല്ലെങ്കിൽ CSIR നോക്കുക. CSIR എന്താണ്? CSIR കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇതിനു വേണ്ടി പൈസ കൊടുക്കാം, ഇവരുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കാം.
ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി, DAE, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി, ആറ്റോമിക് എനർജി വകുപ്പിന് അവർക്ക് പൈസ കൊടുക്കാം, ഫണ്ട് കൊടുക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT, അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ICMR വേണ്ടി, മെഡിക്കൽ റിസർച്ചിന് വേണ്ടി, അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയ്ക്ക്, അല്ലെങ്കിൽ DST, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഗോൾസ്, SDG പറയുന്നുണ്ട്. അതായത് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാങ്കേതിക വിദ്യ, ശാസ്ത്രം, വൈദ്യശാസ്ത്രം, എൻജിനീയറിംഗ് എന്നിവയിലെ ഗവേഷണം നടത്തുന്ന ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഇവിടേക്കൊക്കെ പൈസ അല്ലെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. CSR ആക്ടിവിറ്റീസിൻ്റെ ഫണ്ട് ചിലവാക്കിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസിലേക്കൊക്കെ വേണ്ടി മാറ്റിവെക്കാം, ഇവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ CSR ആക്ടിവിറ്റി അതിലൂടെ ചിലവഴിക്കാത്ത തുക ഈ ഫണ്ട് ഇതിലേക്ക് വകയിരുത്തി ഇതിലൂടെ CSR ആക്ടിവിറ്റി ചെയ്തിരിക്കണം, കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം, അത്രയും പ്രാധാന്യം കൊടുത്തിരിക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. CSR ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതിൻ്റെ പോളിസികൾ, അതിൻ്റെ ഓരോ കമ്മിറ്റികളൊക്കെയാണ് നമ്മൾ ഇത്ര പറഞ്ഞത്, ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു വലിയൊരു ചാപ്റ്ററാണ്, 2 ഭാഗങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത്രയാണ് പറയുന്നത്. ഇനി അടുത്ത ഭാഗം അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു ഭാഗം മാത്രമാണ്. നിയമവശങ്ങളായതുകൊണ്ട് ഓരോ പോയിന്റ് വൈസായിട്ട് പറയേണ്ടി വന്നു, അതുകൊണ്ടാണ് വലിയൊരു ഭാഗമായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് 2 പോർഷനായിട്ട് 2 ടോപ്പിക് 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ ഇത്രയാണ് പറയുന്നത്. താങ്ക് യു.